ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹീറോ പാഷൻ പ്രോ വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമ്മളത് ജന സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്കിലെ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചാണ്. ബാക്കിലെ ബ്രേക്സ് കുഴപ്പമൊന്നുമില്ല, നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് റീസെറ്റ് ആക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ചെയിൻ സ്പോക്കറ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചെയിൻ സ്പോക്കറ്റ് ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്. ഫുള്ളായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് തീർന്ന് നടക്കാണ്. ചെയിൻ സ്പോക്കറ്റ് നമുക്കൊന്ന് മാറ്റണം. അത് നമുക്ക് ഈ ചെയിനും അതുപോലെ ആ 2 സ്പോക്കറ്റ്, ഈ വലിയ സ്പോക്കറ്റും ഈ ചെറിയ സ്പോക്കറ്റാണ് നമുക്ക് മാറ്റുക. അത് ഫുള്ളായിട്ട് സെറ്റായിട്ട് വരില്ല. അപ്പോൾ ചെയിൻ സ്പോക്കറ്റും മാറ്റണം. അത് കൊടുത്തത് അതിൻ്റെ വീലിൻ്റെ ഡാമ്പറും അത് ഫുള്ളായിട്ട് പൊട്ടിയിരിക്കുകയാണത്. അപ്പോൾ ഈ ഡാമ്പറും മാറ്റി റീസെറ്റാക്കാറുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ നമുക്ക് മാറ്റാറായിട്ടുണ്ട്. എയർ ഫിൽറ്റർ മാറ്റണം. അതുപോലെ അതിൻ്റെ പ്ലഗും എയർ ഫിൽറ്ററും പ്ലഗും കൂടി നമുക്ക് ഒരുമിച്ചാണ് മാറ്റേണ്ടത്. അപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും മാറ്റണം. നമ്മുടെ ഒരു മോർണിംഗ് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കാർബറേറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. കാർബറേറ്റർ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ആ ക്ലീനർ വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എന്തെങ്കിലും ജെറ്റ് നമുക്ക് മാറ്റിക്കളയും വെച്ച് അത് മാറ്റേണ്ടി വരും. എന്താ പറഞ്ഞാൽ ഈ സ്ലോ ജെറ്റാണത്. ഇത് ചെറിയ മൈന്യൂട്ടായിട്ട് ചെറിയ ഹോളുകളാണ്. ഇത് ബ്ലോക്കായി കിടക്കുകയാണ്. അതിൻ്റെയൊക്കെയാണ് ആ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിക്കാനുള്ള കാരണം. നമുക്ക് ഈ സ്ലോ ജെറ്റ് ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റാക്കാം. കാർബറേറ്റർ ഒന്ന് ഫുള്ളായിട്ട് അതിൻ്റെ ക്ലീനർ വെച്ചിട്ട് അത് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യും. അതുപോലെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റാറായിട്ട് എഞ്ചിൻ ഓയിൽ കൂടി മാറ്റുന്നുണ്ട്. അതിൻ്റെ ക്ലച്ചിൻ്റെ ക്ലച്ച് കേബിൾ ആക്സിലേറ്റർ കേബിളും നല്ല ടൈറ്റാണ്. ആക്സിലേറ്റർ ഫുള്ളായിട്ട് ടൈറ്റായി കിടക്കുകയാണ്. ക്ലച്ച് കേബിൾ ചെറിയ ടൈറ്റ് സ്റ്റാർട്ടിംഗ് ആണ്. എൻ്റെ ഇവിടെയൊക്കെ തീരെ ഔട്ടറൊക്കെ വലിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലച്ച് കേബിൾ മാറ്റേണ്ടി വരും. പിന്നെ സ്പീഡോമീറ്ററൊക്കെ കുറയ്ക്കുകയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഫ്രണ്ടിലെ ഡിസ്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ഡിസ്ക് പാഡൊക്കെ ഒന്ന് അയച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് നമ്മൾ. ഡിസ്ക് പാഡൊക്കെ കുഴപ്പമൊന്നുമില്ല. പാഡ് നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ ഡിസ്കിൻ്റെ പാഡ് അത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അതുപോലെ ഈ റബ്ബർ കാലിപ്പുറത്തെ ഈ 2 റബ്ബറൊന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. ഡിസ്ക് ബ്രേക്കിൻ്റെ ഫ്ലൂഡൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിലവിൽ വേറെ കുഴപ്പമില്ല. ഫ്ലൂഡൊക്കെ ഉണ്ട്. നിലവിൽ ഫ്ലൂഡൊക്കെ കറക്റ്റായിട്ട് ഫിൽ ചെയ്തിട്ടുണ്ട്. പിസ്റ്റനായാലും ടൈറ്റൊന്നും കാണിക്കത്തില്ല. ഫുള്ളായിട്ടൊന്ന് അയച്ച് അതിൻ്റെ കാലിപ്പുറൊക്കെ ഒന്ന് ഫുള്ളായിട്ട് ഗ്രീസ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്താണ്. ആ ഡിസ്കിലൊക്കെ നിലവിൽ വേറെ കംപ്ലൈൻറ്റൊന്നും കാണിക്കുന്നില്ല. നമുക്ക് അതിൻ്റെ ആക്സിലേറ്റർ കേബിളും മാറ്റേണ്ട കേസ് പറയുന്നത്. ആക്സിലേറ്റർ കേബിൾ നമുക്ക് മാറ്റണം. അതുപോലെ ഈ കേബിൾ ടൈറ്റ് ചെയ്യേണ്ട ഈ ഭാഗത്തായിട്ട് അതിൻ്റെ ഇവിടെ പൊട്ടിയിരിക്കുകയാണ്. ഈ ഒരു കേബിൾ ടൈറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അത് പൊട്ടിയിരിക്കുകയാണ്. അത് ഈ സ്വിച്ചടക്കം വരുള്ളൂ അത്. അപ്പോൾ ആ സ്വിച്ചൊന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കാം. അതിൻ്റെ ഈ ഫുട്രസ്റ്റൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടുണ്ടാകും. ഫുട്രസ്റ്റ് 2 ലെഫ്റ്റ് റൈറ്റ് ഫുട്രസ്റ്റ് മാറ്റാം. പിന്നെ ബാറ്ററിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാറ്ററി ഇരിക്കുന്നത് ലൂക്കാസ് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയുടെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. നിലവിലിപ്പോൾ സെൽഫൊക്കെ വർക്ക് ചെയ്യുന്നത് കാണുന്നു. എന്നാലും സർവീസിൻ്റെ ഭാഗത്ത് നമ്മളതിൻ്റെ ബാറ്ററിയുടെ കംപ്ലൈൻറ്റ് കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.6 ലെവലിലേക്ക് വോൾട്ട് കാണിക്കുന്നില്ല. ആ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നു. ബാറ്ററിക്ക് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററി ഉണ്ടോ ആ റെഡിലേക്കാണ് കത്തിരിക്കുന്നത്. ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. നിലവിൽ സെൽഫൊക്കെ വർക്കിംഗ് ആണ്. സെൽഫിൻ്റെ കൂടുതലുള്ള കംപ്ലൈൻറ്റും കാണിക്കുമ്പോൾ നമുക്ക് ആ ബാറ്ററി കൊണ്ട് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാറുണ്ട്. പിന്നെ വാഷിങ് പറഞ്ഞിട്ടില്ല. ഈ കണ്ടീഷനിൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. എന്താ കഴിഞ്ഞാൽ സീറ്റ് കേട്ടോ, സീറ്റിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ളായിട്ട് ചെളിയാണ്. അതുപോലെ ഈ സൈഡ് രണ്ടും കവറൊക്കെ നയിച്ചിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. പിന്നെ അതിൻ്റെ ബാക്കിലെ ടയറാണ്. ടയർ അത്യാവശ്യം നല്ല രീതിയിൽ മോശമായിട്ടുണ്ട്. ടയറും ചെയ്യുമ്പോൾ മാറ്റാറായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നിലവിൽ തന്നെ വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. അതിൽ ടയറൊന്നും കൂട്ടുന്നില്ല. ടയർ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ടയർ കൂടാതെയുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. അതിൻ്റെ ബാക്ക് ചെയിൻ സ്പോക്കറ്റ്, റബ്ബർ, ഡാമ്പർ റബ്ബർ, എയർ ഫിൽറ്റർ, പ്ലഗ്, എഞ്ചിൻ ഓയിൽ, കേബിളുകൾ, ക്ലച്ച് കേബിൾ, ആക്സിലേറ്റർ കേബിൾ, കാർബറേറ്റർ, ക്ലീനറൊക്കെ ഒരു എസ്റ്റിമേറ്റ് പറയാം. അത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ ഹാൻഡിൻ്റെ കോൺസെപ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നും കാണിക്കുന്നില്ല. അതിൻ്റെ വർക്കിന് വേറെ ചെയ്യേണ്ട ആവശ്യമൊന്നും കാണുന്നില്ല. ഓക്കെ, അപ്പോൾ എല്ലാം കൂടി നോക്കിയിട്ടൊരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി.